ഹലോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ആമയാർ എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിഘ്നേശ്വര വിഗ്രഹമുള്ള നമ്മുടെ ആമയാറിൻ്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വിഘ്നേശ്വരനെ വണങ്ങി നമുക്ക് അങ്ങ് ഇന്നത്തെ ദിവസം ഒന്ന് തുടങ്ങാം. ಅಲ್ಲೆಲ್ಲ ಒಳ ಕೂರ್ತಾಗ നിങ്ങൾ എവിടെ നേട്ടാ വരുന്നേ? ഈ അരുവിക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു നല്ല സ്ഥലമുണ്ട്. അവിടെ ഒന്നും നിങ്ങൾ വരാറില്ലേ? അരുവിക്കുഴി ഇപ്പൊ വെള്ളമുണ്ട്. ഞാൻ അവിടുത്തെ മാനേജറാണേ. ഇവിടെ വന്നപ്പോ ശരി ശരി. മറ്റേ വ്യൂ പോയിന്റ് മെട്ടല്ലേ. ഇടയ്ക്ക് വരുമ്പോ അങ്ങോട്ടും കൂടെ വാ. ഇപ്പൊ ഈ നമ്മൾ വന്നിരിക്കുന്ന ഈ വിഘ്നേശ്വര വിഗ്രഹത്തോട് ചേർന്ന് തന്നെ ഒരു വലിയ നേഴ്സറി ഉണ്ട്, പ്ലാന്റ്സ് വേൾഡ് നേഴ്സറി. അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ബാ, ദേ ഇപ്പൊ ഇഷ്ടം പോലെ ഇതുകൊണ്ടോ നല്ല നല്ല ഈ ചെടിയായിട്ട് വെക്കുന്ന തെങ്ങ്, ഇതിന്റെ പേരെനിക്കറിയില്ല. ഒത്തിരി ചെടികൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ലോഡ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുകൊണ്ടോ ഈ ചെടികൾ ഇങ്ങനെ ഇതിൻ്റെ അറേഞ്ച് അനുസരിച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇത് ലോഡ് വന്നേ, ഇത് ബഫലോ ഗ്രാസ് അല്ലേ? അതെ, ബഫലോ ഗ്രാസ് വന്ന് ഇറങ്ങുന്നുണ്ടേ. ഉണ്ടോ ഒരു ലോഡ് നിറച്ച്. ഇതിപ്പോ നിങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടിരുന്നേ? ഇതെവിടെ നിന്നാണ് കൊണ്ടിരുന്നേ? കുമളി. ഇതെവിടെ നിന്നാണ് കൊണ്ടിരുന്നേ? തൃശ്ശൂരാ? തൃശ്ശൂർ മണ്ണൂത്തി നിന്നാണ് ഇത് കൊണ്ടിരുന്നത്. ഇവരൊരു ലോഡ് കൊണ്ടുവന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഇവരുടെ മെയിൻ സ്ഥലം തൃശ്ശൂർ മണ്ണൂത്തിയാണ്. അവിടുന്ന് ഇപ്പം ബഫലോ ഗ്രാസ് കൊണ്ടുവന്ന് അതെ ഇറക്കുന്നു, പണിക്കാർ ഇറക്കുന്നുണ്ടേ. അയ്യോ, ഇതുകൊണ്ട് പേരാ, ബ്ലോക്ക് പേരയാണ്. ഇതേ തന്നെ പൂവൊക്കെ ഉണ്ട്. എന്തോ പേരാ, പ്ലാവ്, ജാക്ക് വിയറ്റ്നാം സൂപ്പർ എർലി. ഈ പ്ലാവ് വളരെയധികം പൊക്കം വയ്ക്കാതെ കായ്ക്കുന്ന പ്ലാവുകളാണ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇനി എന്താ ഇത്? നാരക ഓറഞ്ച് ഇതുണ്ടോ. ഇത് ഇപ്പം തന്നെ ഇതിൽ പഴുത്ത് നിൽക്കുന്നു. ഓറഞ്ച് നിറയെ ഉണ്ട്, കുറച്ചല്ല നിറയെ ഉണ്ട്. നമുക്കുള്ളിലോട്ട് പോകാമേ. ഉള്ളിലോട്ട് പോകാം. ഇവിടെ ചേട്ടൻ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ചേട്ടാ, വെള്ളം ഒഴിക്കണോ? ഹൈഡ്രാഞ്ചി നമ്മുടെ ചേട്ടാ. ഇതും ഈ പ്ലാവേ എന്നാ J33. ഇത് അധികം പൊക്കം വരാതെ നല്ല കായൊക്കെ നല്ല ചക്ക നല്ലതാ. ഇതിന്റെ നമ്മൾ കാ പറിച്ച് എടുത്തിട്ടുണ്ടോ? വലുതായി ഉണ്ടല്ലേ. അധികം പൊക്കം വരാതെ തന്നെ കായ്ക്കും. നിറയെ കായ ഉണ്ടാവുക. അങ്ങനത്തെ ഫ്ലവർ. എന്തോ ഇടുക്കിയിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയതാ അല്ലേ? ഇടുക്കിയിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയതെന്നാ ചേട്ടൻ പറയുന്നേ. അയ്യോ, ഇതുകൊണ്ടോ ഒരു ചെടി, ഇതുകൊണ്ടോ എന്തോ മാൽപീജിയ എന്ന് പറഞ്ഞൊരു ചെടിയായത്. ഇതുകൊണ്ടോ നല്ല ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ, അത് കൂട് പോലെ അല്ലേ? ഇത് നിറയെ ഇലയായിരിക്കും എടാ. പൂവുണ്ടോ? ഇതുപോലെ കുഞ്ഞു പൂ നിറയെ വരും. ഇപ്പൊ ഇതിൽ പൂ നിറച്ചാകറായില്ലേ? ഇതിനൊക്കെ എന്നാ റേറ്റ് ആയിടാ വരുന്നത്? 5. ഇതിനൊക്കെ ഒരു 5000 രൂപ റേറ്റാ വരുന്നത്. അപ്പൊ നല്ല വലിപ്പത്തിൽ നമുക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി, ഉപയോഗിക്കാം.
നമ്മളിപ്പോൾ ഈ ഗാർഡനും ഒക്കെ ചെയ്ത് കൊടുക്കുന്നില്ലേ റിസോർട്ടുകളോ ഡെസ്റ്റിനേഷനുകളിലൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കും. ആ ഓ ശരി ശരി ആ ചെയ്തു കൊടുക്കും. എന്നത് അവിടെയൊക്കെ ചെടിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ബാ എന്നാ റിസോർട്ടിലോട്ട് ആ ഓ ശരി ശരി. ഇത് തണലുവാ ഭംഗിയുവാ അല്ലേ? ആ ഭയങ്കര ഭംഗിയുവാ. ഇത് പണ്ടത്തെ ഒരു ചെടിയാ കേട്ടോ, ഹൈഡ്രാഞ്ചി. ഇതുണ്ട് ഹൈഡ്രാഞ്ചി, പണ്ടത്തെ എല്ലാം ഉണ്ട്, നിറയെ ചെടിയുണ്ട്. ചെടി വേണ്ടവരെല്ലാം ഇങ്ങ് പോരെ. പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആമയാറ്, വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്തോ. അതുകൊണ്ടോ എന്തെങ്കിലും പുതിയ വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക, നമ്മൾ അതിൻ്റെ രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നതായിരിക്കും. ഇത് തൃശ്ശൂരുകാർ നടത്തുന്ന കേട്ടോ, ഇതിൻ്റെ ആൾക്കാർ തൃശ്ശൂരുകാരാണ്. അവരുടെ മെയിൻ ഓഫീസ് തൃശ്ശൂർ മണ്ണൂത്തി. ഉണ്ടോ ഇങ്ങോട്ടെല്ലാം ഉണ്ട്, ഇങ്ങോട്ടെല്ലാം ഉണ്ട്. ഇവർക്ക് ചെറിയൊരു കഫ്റ്റീരിയ പോലൊരു സംഭവം ഉണ്ട്, അങ്ങോട്ടും കൂടെ നമുക്ക് പോകാവേ. വരുന്ന ആൾക്കാർക്കും ഇതെല്ലാം കയറി കണ്ടു കഴിയുമ്പോൾ മടുപ്പ് തോന്നും, അതുപോലെ ഉണ്ട്. നമ്മൾ കണ്ടാലും മതി വരാത്ത അത്രയും നമുക്ക് വീണ്ടും 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 കാണണം എന്ന് തോന്നുന്ന, നമ്മൾ അതുപോലെ നടന്ന് കാണാൻ ഉള്ള അത്രയും ചെടികൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് മടുക്കുമ്പോൾ കയറിയിരുന്ന് നമുക്ക് ജ്യൂസ് കുടിക്കാം, ചായ കുടിക്കാം, സ്നാക്സ് കഴിക്കാം. അതിന് വേണ്ടിയുള്ള കഫ്റ്റീരിയ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് പോകാം നമുക്ക്. ഉണ്ടല്ലോ ആ പച്ചപ്പ് എന്ന് പറയുന്ന പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ അതൊരു കുളിർമയാണ്. ആ പച്ചപ്പ് തരുന്നൊരു കുളിർമ. എത്ര ടെൻഷനുണ്ടോ എത്ര ഇതുണ്ടോ, ഈ പച്ചപ്പൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മാറും. അത് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ച് നട്ട് നനച്ച് പരിപാലിച്ച് പോരുമ്പോൾ നമ്മുടെ മനസ്സിനും അതേ ഒരു കുളിർമയാണ് നമുക്ക് വരുന്നത്. ഇതെന്ന് പറയുന്നത് ചെടിച്ചട്ടി, ചെടികൾ സംബന്ധിച്ചുള്ള വളങ്ങൾ ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു ഷോപ്പ് പോലെയാണ്. അത് ഇഷ്ടംപോലെ ചെടിച്ചട്ടിയൊക്കെ ഇരിപ്പുണ്ട്, വളങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം വേണ്ടവർക്ക് നമുക്ക് ചെടിച്ചട്ടി എടുക്കാം, വളമൊക്കെ എടുക്കാം, ചെടിയും വാങ്ങി അങ്ങ് പോകാം. പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ബാക്കി എല്ലാം ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പം നമുക്ക് റിസോർട്ടുകളായാലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായാലും വീടുകളായാലും എന്തേലുമൊക്കെ നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഇവരോട് പറഞ്ഞാൽ ഇവർ ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും, നല്ല ഉത്തരവാദിത്വത്തോടു കൂടി. അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. എല്ലാവരും വരിക, സാധനങ്ങൾ വാങ്ങുക. ഇത് നമ്മുടെ ആങ്ങളമാരുടെ സ്വന്തം സ്ഥാപനമാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഓക്കെ, ബൈ.